വെൽക്കം. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ വ്ളോഗാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത്. എൻ്റെ മാത്രമല്ല, കുറേ ആൾക്കാരുടെ. എങ്ങനെ വാ സമയമില്ല, ലാഗില്ല നമുക്ക്. വേം വാ. ഇത് വ്ളോഗും പോഡ്കാസ്റ്റും കൂടിയിട്ടുള്ള വ്ളോഗും പോഡ്കാസ്റ്റും കൂടിയിട്ടുള്ള ഒരു മിക്സ് ആണ്. അപ്പോൾ കാണുന്നവർ തീരുമാനിക്കണം. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യും നിന്നെ. എൻ്റെ പേര് എമിൽ, ഞാൻ അമലിന്റെ ഫ്രണ്ടാണ്. ഹായ്. ഓ വാ വാ വാ. നമ്മുടെ ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും അതിയായ സ്വാഗതം. ഓ മലയാള തനിമ. ഇതാരുടെ പ്ലേലിസ്റ്റാ? തൂക്കി. ഹായ്, എന്റെ കണ്ണിന് കുളിർമയാകുന്ന പാട്ട് നമുക്കൊന്ന് കുറക്കാം. പ്രയത്നിക്കുന്ന യുവാക്കളുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയുള്ള ഒരു കഷ്ടപ്പാടാണ് നമ്മുടെ കാഴ്ചയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യമായി നമുക്ക് എല്ലാവരും ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. ഇപ്പൊ ഞാൻ ഫ്രെയിമിലുണ്ട്, ഇതൊക്കെ ഉണ്ടോ ഫ്രെയിമിൽ? എല്ലാം ഉണ്ട്. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഈ വലതുവശത്ത് നിന്ന് തുടങ്ങാം. ഓക്കെ, ആദ്യം ഡോണ പറയില്ല. ഡോണ ആദ്യം പറയില്ല. ആ വരൂ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്രീ. അങ്ങനെ തന്നെ നിന്നോ, തുടങ്ങിക്കോ, പറഞ്ഞോ. എന്നാ മ്യൂസിക്കിൽ തിരിയാം. കണിക്കൊന്നപ്പൂ മണിക്കുഞ്ഞ്. ഞാൻ അഭിരാമി ദയാനന്ദൻ, അത്രയല്ലോ. 27 വയസ്സ്, അവിവാഹിത. അയ്യോ, കൂളിംഗ് ഗ്ലാസ് എടുത്തില്ല. തലയിലാണ്. ജാതകത്തിലൊന്നും വിശ്വാസമില്ല. അടുത്തതായി നമ്മുടെ മെയിൻ ക്യാമറാമാൻ കൃഷ്ണ ഫ്രം പന്തളം, ഇന്ത്യ. എത്ര പ്രാവശ്യം എന്തിനാ ക്യാമറയുടെ മുന്നിൽ തന്നെ? ബ്രോ, എന്താ സംഭവം? ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മുഖം കാണിക്കല്ലേ, ഇൻട്രൊഡക്ഷൻ ആണ് നിന്റെ. തിരിഞ്ഞേക്ക്. ഈ ഇൻട്രൊഡക്ഷനിലേക്ക് നമ്മൾ തിരിച്ചു വരും. അതിന് ആ ഗ്യാപ്പിൽ വേറെ അടുത്ത ആള്. ആരെങ്കിലും മറ്റേ മന്നാടിയാറിന്റെ ഒരു വിജയം ഇടുവോ? ഇല്ലെങ്കിൽ മറ്റേ കമ്മട്ടത്തിന്റെ ആയാലും മതി, മമ്മൂട്ടിയുടെ ഇൻട്രോ ആയാലും മതി. മമ്മൂട്ടിന്റെ ഇൻട്രോ. തലസ്ഥാനത്ത് എടാ, നരസിംഹത്തിലായി ആ ഡയലോഗ്. പേര് അർജുൻ. ഞാൻ അമലിന്റെ വക്കീലാണ്. അത് പറ, വക്കീലാണ്. കേസ് കെട്ടുകൾക്ക് ഇനി അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി ഏതാന്ന് മനസ്സിലായില്ല. അടുത്തതായി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്റെ പേര് ശ്യാം, ഞാനാണ് അമലിന്റെ അഭിരാമിയുടെയും കണ്ടന്റ് റൈറ്റർ. നിങ്ങൾക്ക് എന്നെ പരിചയം കാണില്ല. ഇപ്പൊ ശ്യാമിനെ എല്ലാരും പരിചയപ്പെടുത്തുന്നത്. അടുത്തതായി നമ്മൾ റെഡിയാവ്. നാച്ചുറൽ ബ്യൂട്ടി. എന്റെ പേര് ഡോണ, വീട് പൂഞ്ഞ. പോയില്ലേ? ഒരു കാര്യം, ഡോണ പാടുവോ? ഇല്ല, പാടില്ല. ഓക്കെ, കാരണം കേട്ടോ നമുക്ക്. അയ്യോ, നമ്മളെ ഒരു സെക്കൻഡ്. എടാ, ഇൻട്രോവേർട്ട്. അത് പറ, ഒരു കാര്യം, മെയിൻ കാര്യം. അധികം ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അന്തർമുഖി. നമ്മൾ നേരത്തെ ലാഗ് ഇട്ട് വെച്ച ഒരു മെയിൻ ഇൻട്രൊഡക്ഷൻ ആണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ കാലിന്ന് തുടങ്ങിക്കോ. സൗത്ത് ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ, കോളിവുഡ് തരംഗം, പാവങ്ങളുടെ ജനനായകൻ. ഇത് ഇലക്ഷനാണ്. എനിക്ക് എല്ലാരും വോട്ട് ചെയ്യണം. ഫോർമാറ്റ് ഇവരോട് ചോദിച്ചാൽ മതി. ഞാനാണ് അവന് കണ്ടന്റ് പറഞ്ഞു. ഇത് പറ, പേരും വിലാസവും പറ. ഗൗതം എന്നാണ് എന്റെ പേര്. എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ തപ്പിയാൽ മതി. ഗൗതം DQ അല്ല DK. ഗൗതം DK. ഇനി ക്യാമറക്ക് പിന്നിലെ ആ കണ്ണുകളെ നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ശ്രീ 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 കുത്തുപുഴയിൽ നിന്നും രഞ്ജന.
നന്ദി. ജോയ് ജോയ് നമ്മുടെ ഈ വട്ടം ഇത്രയും പോരെ അപ്പൊ അടുത്ത ഇതാണ് ഇത്രയും നേരമായിട്ട് ഇട്ട പൂക്കളം. എടാ നമ്മളെ ഒരു ഡ്രോയിങ് ഇല്ലാതെ ഇടുന്നത് വാൻഗോവ അവൻ. എന്തൊരു അഭിനയം. ഇത്ര നേരം ആ എമില ഇട്ടത്. ഇതിലേതാ എമ്മിലിട്ടത്, ഏതാ ശ്യാം? അത്രയ്ക്ക് വൃത്തിയായ അർജുൻ താലി കെട്ടുവാണ്. ഞാൻ പറഞ്ഞിട്ട് നീ മഞ്ഞത്തോളം അല്ല, എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയൊരു വക്കീലായിട്ടും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയാണ് പുള്ളി. അത് നമ്മള് ഞങ്ങള് വരുന്ന വഴിക്ക് പോലും ക്ലയന്റ് വിളിച്ചോണ്ടിരിക്കുക. പിന്നെ ആ ബിരിയാണി ഞാൻ പറഞ്ഞ ഉത്തരേ പറയാനുള്ളൂ. ഇത്രയും പോലെ ഇവിടെ അല്ല, ഇനി അതിന്റെ ഇടയിലെല്ലാം നമുക്ക് എന്ത് പെട്ടെന്ന് ഡോണ സ്വിച്ച് ആയത്. ഇൻട്രോവേർട്ടാണേ, ആരോടും ഒന്നും മിണ്ടില്ല. ഇനി പിറ്റേന്ന് പോയില്ലല്ലോ. ഇത് അല്ല, ഇത് ഞാൻ പിച്ചിക്കോളാം. ഇതിപ്പ മഞ്ഞ അതെവിടെ ആ കത്തിയോടെ സീൻ കത്തിയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം ഒന്ന് കത്തി മാത്രം നിങ്ങൾ നോക്കൂ. ഇതെന്താണ്? ഓക്കെ, ഇത് മഞ്ഞയാണോ ഓറഞ്ചാണോ? എല്ലാരും കമന്റ് ഇടുക. ഇത് കാണാൻ പോകുന്ന 5 പേര് കമന്റ് ഇടുക. ഇതെന്താണ്? ഇത് ഓറഞ്ചിന്റെ ഒരു മയം വരും, അവിടെ വെച്ച ഇതിന് മഞ്ഞയുടെ മയം വരും. ഇതിന് മാജിക് റിയലിസം എന്ന് പറയും. എങ്ങനെ ഇന്റർവ്യൂ പാസ്സായ പാട്ട് പാടിയിട്ട് പാടോ. എടാ കത്തി കാണിക്കട്ടെ ആൾക്കാര്. ഓ, ഒരു സീൻ കത്തിയാണ് നമ്മൾ കീരിക്കാടൻ ജോസ് മുതൽ പ്രധാന വില്ലന്മാരെല്ലാം ഹൈക്കോടതി പോകുന്ന എല്ലാരും സൂക്ഷിക്കുക. ഇത് അരക്ക് വെച്ചിട്ടാണ് മൊമെന്റ്. ക്രിമിനൽ ആണ്, ക്രിമിനൽ ലോയർ. സ്വയം രക്ഷയ്ക്കായിട്ട് വേണ്ടി നമ്മളങ്ങനെ പല കാര്യം കേസ് തോറ്റിട്ട് അവരെ കൊല്ലുന്നതല്ല, സ്വയം രക്ഷ. ബ്രില്യന്റ് വക്കീല. പക്ഷെ കേസ് ഒന്നും ജയിക്കുന്നില്ലല്ലോ. ഞാൻ ഇവൻ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുക, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എടാ ഞാൻ നൂല് തപ്പിക്കൊണ്ടിരിക്കുക. നൂല് തപ്പാൻ 45 മിനിറ്റ് അത് ഫില്ല് ചെയ്യണം. എവിടെ കുറച്ച് കഴിയുമ്പോ പൂവെ പോയി ക്യാമറ നോക്കാതുള്ള അഭിനയം നോക്കി സ്ക്രീനിന്റെ ഫ്രണ്ടിൽ അഭിനയിക്കില്ല. എവിടെ നോക്കിയാലും എമ്മിലുണ്ട്, പക്ഷെ എന്താ ചെയ്തേന്ന് വെച്ചാൽ ഉത്തരവില്ല. എടാ ഇതൊന്ന് കട്ടിയാക്കിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് നിറയ്ക്കാം. ഇതിപ്പം അതായത് മേളിൽ നിന്ന് നോക്കുമ്പോ ഇതിലും പൂക്കളമായിരിക്കും. ഗൈസ്, ഇതിനേക്കാൾ സൂപ്പറായിട്ട് എന്റെ 5 വയസ്സുള്ള കൊച്ച് ഇൻട്രോവേർട്ടാണ്. അഭിരാമി ഷൂട്ടിൽ അത് പോയി കാണിക്കും. ഊഫ്, അഭിരാമിയുടെ ഷൂട്ട് അപ്പുറം നടക്കുന്നുണ്ട് ഗൈസ്. ആമ്പിള്ളേട്ട് മാത്രം ഫോട്ടോ എടുക്കുന്ന വൈശാഖ് ഇത് കണ്ടോ, അഭിരാമിയുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ വീഡിയോയുടെ ത്രൂ ഔട്ട് ഇവൻ എന്തെങ്കിലും പണിയെടുക്കുന്നത് നിങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അവർക്ക് ഗീവ് അവേ ആയിട്ട് ഇവനെ തരും. ആമ്പിള്ളയുടെ മാത്രം ഫോട്ടോ എടുക്കുന്ന വൈശാഖിനെ തേടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. എന്ത്? അയ്യോ, ഇതിന്റെ ഒരു മൈക്ക് നിന്റെ കയ്യിലായിരുന്നു ഇത്രയും നേരം. ആ, അതാണ് ഒരു പ്രൊഫഷണൽ. അഭിരാമി എല്ലാവരും പറയും അഭിരാമി ഒരു മണ്ടനാണ്, അഭിരാമിക്ക് ബുദ്ധിയില്ല എന്നൊക്കെ. ഫേക്ക് ന്യൂസ്. മൂന്നാം കണ്ണിലൂടെ നോക്കുന്ന വൈശാഖ്. 2 കണ്ണുണ്ടായിട്ടും ബാക്കി പറഞ്ഞേ. എനിക്ക് ഡയലോഗ് എഴുതാൻ അറിയില്ല, ഇവനെ എഴുതി തരാറ്. എങ്ങനെയാണ് ഒരാൾ ഓണത്തിന് ഫോട്ടോ എടുക്കുക എന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ പറഞ്ഞ എന്താ? ഇത് വെച്ച് ഒരു ഉപകാരമില്ല. എടുത്തോ. ഇത് ഇവൻ പിടിക്കുന്നോണ്ടാണല്ലോ ഇങ്ങനെ താഴെ പിടിക്കുന്ന തോന്നുന്നത്. ഞാനും പിടിക്കുന്നത്. ഇവൻ എന്താ ഇങ്ങനെ എടുക്കുന്നേ? നമ്മുടെ ഐ ലെവലിൽ കിട്ടണമെങ്കിൽ അവനെ അരക്ക് വെച്ചെടുക്കണം. അയ്യോ ടൊവിനോ, വനിതയുടെ ഷൂട്ടാന്ന് തോന്നുന്നു. ഇരിക്കുന്ന കണ്ടില്ലേ അവൻ? ഇത്രയും നേരവും ഞാൻ ഇവനെ കണ്ടില്ല. എടാ പന്തളത്ത് സിഗ്മയായ നീ കൊച്ചിയില്. എടാ ലീലാകൃഷ്ണ, എന്റെ ദൈവമേ, ഇതെന്ത് പറ്റി? ശ്യാമ പിണങ്ങുമല്ലോ. ഇതെങ്ങനെ? നമ്മുടെ എല്ലാ സ്റ്റോറിയിലും
ഏത് ഫോട്ടോ എടുത്താലും അതില് ശ്യാമ് 3 പെൺപിള്ളേരിൽ ഒരു ഫോട്ടോ നിർബന്ധമായിട്ട് വരുന്നുണ്ട്. ഞാനെന്താ ചെയ്തു? നിങ്ങൾ പണി ചെയ്യണം. നീയൊക്കെ അവിടെ നിന്ന് മുണ്ട് കൊടുത്ത് കുടച്ചോണ്ടിരുന്നാ പറ്റുമോ? പണി ചെയ്യാൻ വന്നിട്ടുണ്ട്, പണി ചെയ്യണം. ക്യാമറ ഓണല്ലോ. നാട്ടുകാരന്റെ മുന്നിൽ മാന്യൻ. അയ്യോ. കറുത്ത ഷർട്ട് കറുത്ത കോസ്റ്റ്യൂം വേറെ ഉണ്ട്. മൊത്തം എത്ര കോസ്റ്റ്യൂം ഉണ്ട് ബ്രോക്ക് ഒരു പരിപാടിക്ക്? ഇവനും വെച്ചേക്കോ തലയുടെ മുകളിൽ. ബ്ലാസാ മുണ്ട അഴിച്ചിടണോ ഊരിയിടണോ? അഴിച്ചിട് ബ്രോ. ഞാൻ കല്യാണത്തിന് ബ്രോ ഇന്നത്തെ ഇലക്ഷൻ എന്തായാലും നമ്മൾ ജയിച്ചേ പറ്റും. ഇവൻ സ്ഥാനാർത്ഥി, ഇവനെ ജയിപ്പിച്ചേ പറ്റൂ. ഫോട്ടോ എടുക്കുമ്പോ ഓരോന്നൊക്കെ പറയണേ. മാരക സ്പോട്ടോ ആണെന്നാ പറഞ്ഞ് ഹൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. നല്ല ഫ്രെയിമാ, ശരിക്കും ഞാൻ പറഞ്ഞതാ. നമ്മൾ അതിനനുസരിച്ചിട്ടായിട്ടുള്ള പോസിംഗ്. നല്ല ഫ്രെയിം അല്ലേ? അവൻ അവിടെ എടുക്കുന്നത് സൂപ്പർ ആയിട്ടുണ്ടടാ. നമ്മളൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് ഒരു പെണ്ണ് ഇവിടെ ഇല്ലാതെ സ്പ്ലിറ്റ് ഇടുമ്പോ എനിക്ക് വരുന്നുണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഇതിന്റെ സ്പ്ലിറ്റ് ഒന്നും ഞാൻ ഇടില്ല. എനിക്ക് 100% ഗുണമേന്മയുള്ള ഒന്നും വന്നിട്ടില്ല. എന്താ എടുക്കുന്നത് ഞാൻ നോക്കട്ടെ. കൊള്ള കേട്ടോ, പയ്യൻ ഇതിന്റെ വർക്ക് അറിയാവുന്നവനാ. ബ്രോ എല്ലാരും വേറൊരു സാധനം ചെയ്യാം. ആമ്പിള്ളേരെല്ലാം വന്നാ എന്താ ഷോർട്ട്. ഗൗതമേ, നീ എടുത്തിരിക്കുന്ന 17 കോസ്റ്റ്യൂമിന് 16ാമത്തെ കോസ്റ്റ്യൂം ഉണ്ട്. ഇത്ര ഷൂതിട്ട് എന്തിനാ? ഇത് മറ്റേതിനാ, ഗെയിമിനാ. എങ്ങനെ ഇരുന്ന് പൊട്ടിക്കാൻ വലുത് വേണം. എന്നാ അത് വെച്ച് നീ കെട്ടുന്ന ഞാൻ അതാ സൈസ് കെട്ടിയത്. ഞാൻ ചവിട്ടരുത്. എന്താ വാട്ടർ ബലൂൺ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. അപ്പൊ നിങ്ങൾ അവിടെ ഇട്ട് പൂക്കളോ? പൊട്ടിയായിരുന്നോ? എവിടെ? ഒന്നും പേടിക്കണ്ട. ഇവിടെ 3 തരമാണ്. അത് നല്ല രസമുണ്ടാവും. മുല്ല കളറില്, ആ പോടാ മല്ലി അല്ല മല്ലി കളർ, മാടാമുല്ല കളറില്. ഈ പൂക്കൾ ഇട്ടിട്ട് മറ്റേ ഈ ഹണിമൂണിനെ പിള്ളേരെ ചാടുന്നുണ്ട്. അതെന്താ? അതേതാ? ഒന്ന് കാണിച്ചു തരുമോ? ഹണിമൂണിന്റെ കാര്യമൊക്കെ സംഭവം ഇങ്ങനെ നിന്നിട്ട് ഉമ്മ കൊടുക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾക്കൊക്കെ കല്യാണം കഴിക്കാനുള്ള പിന്നെ ഞങ്ങൾക്ക് കഴിക്കാനുള്ള എന്താ? ഈ വ്ലോഗ് കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ കൂടെ ഉള്ള ചീത്തപ്പര ഉള്ളായിരുന്നു. ഇത് എനിക്കൊരു ഗ്യാപ്പ്. വെള്ളത്തിൽ പൂട്ടിട്ടുണ്ട് പരിപാടി. അത് കട്ടില്ലല്ലേ? അത് ഇടുന്നുണ്ട്. ഇത് ഹണിമൂണ്. ഇങ്ങനെ നിന്നിട്ട് എല്ലാരും പേടിക്കുന്നുണ്ട്. എല്ലാരും എവരിബഡി നിറച്ച് എതൽ ഇങ്ങനെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ തുറന്നു കാണിക്കും. അപ്പൊ ഇവിടെ നിറച്ച് റോസപ്പൂ ഉണ്ടാവും. എന്നിട്ട് സ്വിമ്മിംഗ് പൂൾ സാധനം മനസ്സിലായി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ചെരിഞ്ഞിങ്ങനെ ചാടും വെള്ളത്തിലേക്ക്. അപ്പൊ പൂവൊക്കെ ഇങ്ങനെ മാറി ഫോട്ടോ ഒക്കെ എടുത്തു. അത് പിച്ച് തരണം, ഞാൻ വെച്ചിക്കോളാം. കഴിഞ്ഞോ? ഡ്രസ് മാറ്റാൻ പറഞ്ഞു വിട്ടോ അല്ലേടാ നീ? പാവത്തിന്റെ കോൺഫിഡൻസ് കളഞ്ഞു. ഈ പൂക്കളം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കൈകളാണ്. ശ്യാമും 3 പെൺപിള്ളേരും. ഇതിന്റെ ഒക്കെ പിന്നിലുണ്ട് ഇവൻ. ഫോട്ടോസ് വരുമ്പോ കൊള്ളത്തില്ല, നിങ്ങൾ ആ കമന്റ് അവന് കൊടുത്താൽ മതിയേ. എങ്ങോട്ടാ നോക്കണ്ടേ? എല്ലാരും അഭിരാമിനെ ശ്രദ്ധിക്കണം. അവള് പോസിങ് തുടങ്ങി. ഇനി മല ഇടങ്ങിയാലും അവളെ ഇമേജ് വിടില്ല.
അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നീ ആ ക്യാമറയും കൊണ്ട് വന്നിട്ട് ഈ ക്യാമറ എങ്ങനെ തിരിക്കുക? അയാളുടെ ക്യാമറ അങ്ങനെ തിരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഇങ്ങനെ പിടിക്കണം, അല്ലെങ്കിൽ അത് ക്യാമറ അല്ലേ തിരിയുന്ന, കയ്യല്ലേ? ആദ്യത്തെ വ്ളോഗ് എടാ മറ്റേ ഇങ്ങനെ തിരിയുന്ന ഒരു വട്ടം പോലത്തെ ഇല്ലില്ല. ഇല്ലില്ല, അത് ഇതിലില്ല. അത് ആൻഡ്രോയിഡിലുള്ള ഇതിലില്ല. ഇവന്റെനകത്ത് പറ്റുമോ? എന്നാ ഒരു കാര്യം ചെയ്യും, എന്നാ നീ വേണ്ട, നീ വാ. നീ നിർത്ത് ഇത് വാ. ചുടുങ്ങി. അതെങ്ങനെ ഇപ്പൊ തേപ്പാണല്ലോ. മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കൂടുതൽ പൂക്കൾ ഇട്ട് കൂടെ. അതല്ലെങ്കിലും അങ്ങനെയാ, 3 പെമ്പിള്ളേര് പൂടുന്നിടക്ക് ഒരു ചെക്കൻ എപ്പോഴും വന്നിരിക്കും. അതാണ് നീ നോക്കടാ നീ. എങ്ങോട്ടേക്കായി പോകുന്നത്? ഇതാ 16 കോസ്റ്റ്യൂം മാറ്റിയതിനു ശേഷം 17ാമത്തെ കോസ്റ്റ്യൂം മാറ്റാൻ വേണ്ടി ഞാൻ ആക്ച്വലി എന്റെ ഡ്രസ്സൊന്നും കേടാവാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും മൂലയിൽ പോയി ഇരിക്കണം എന്നാ വിചാരിച്ചത്. നീ എന്നാ മൂലയിൽ പോയിരുന്നോ? അല്ല, പോയിട്ട് കഴിഞ്ഞില്ല. ഇനിയിപ്പോ ഞാൻ ഒരു വളമുണ്ടല്ലേ? കറക്റ്റ് ചെയ്യുന്ന പോലെ ഫോട്ടോ എടുക്കാനല്ലേ? മൊത്തത്തിലൊരു വളമുണ്ട്. അത് കുഴപ്പമില്ല. ഇച്ചിരി അത് നമ്മുടെ പൂക്കളായതുകൊണ്ട് ഇച്ചിരി ഞാൻ കറക്റ്റ് 280. അത് നിന്നോട്ടെ കുറച്ച്. ഇത് നാച്ചുറൽ പൂക്കളത്തിന് ഇങ്ങനെ ഉണ്ടാവാം. അഭിപ്രായം ചോദിച്ചില്ല. എല്ലാ ഫ്രെയിമിലും ഉണ്ടാവും. പക്ഷെ ഇവൻ എന്തെങ്കിലും പണി ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്? ഇവിടെ വന്നിട്ട് ഇപ്പം ഒരു 2.5 മണിക്കൂറായി. എല്ലാ അത്രയും നേരമായിട്ട് ഏതേലും മൂലക്കോ ഇങ്ങനെ കുറെ നേരം നോക്കി മൂലെന്താ ചോദിക്കും. ഇതല്ലാതെ ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് കെട്ടാൻ പറ്റുന്നില്ല. ഒരു മിനിറ്റില് എല്ലാം നോക്കി നടത്താൻ പറഞ്ഞിരുന്നു. നോക്കി നടക്കാനല്ല, നോക്കി നടക്കാനല്ല. ചെറിയ ഉത്തരവാദിത്തമുള്ള സിഗ്മ ശ്യാം എന്നറിയപ്പെടുന്ന കഴിഞ്ഞില്ലടാ. അടുത്ത ഇമ്പോർട്ടന്റ് കോൾ. ഗൗതം ആദ്യം പോയി, പിന്നെ ഇപ്പോ മുണ്ടും മടക്കിക്കൊണ്ട് അർജുൻ പോകുന്ന ദൃശ്യമാണ് ക്യാമറയിൽ പതിയുന്നത്. അവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്നു, അവർ തമ്മിൽ എന്തോ കൈമാറുന്നുണ്ട്. ഇതിനിപ്പോ ആവശ്യമില്ലല്ലോ. നമുക്ക് ഗെയിംസ് തുടങ്ങാം, അല്ലെങ്കിൽ ലേറ്റ് ആവും. തിരുവാതിരയോ? ശ്യാമേ, നിന്റെ മുഖത്തിനേക്കാൾ മൂടാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇൻട്രോ തൊട്ട് തിരിയുമ്പോ ക്യാമറ കൊണ്ട് വരാം. സെറ്റ് അതിട്ടോ. ഓക്കെ അല്ലേ? എല്ലാവരും പൂക്കളത്തിനൊരു കൈയടി. സിഗ്മയാടാ. നിങ്ങൾ പരിപാടി കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ പോവാം. പോലെ അയ്യോ, അവള് വിളിച്ച സ്ഥിതിക്ക് ഞാൻ എങ്ങനാ പോവാതിരിക്കുന്നത്? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ോടെ വസിക്കും കാലം. മാവേലി ബക്കറ്റ്. അടുത്തതായി ഓണപരിപാടിയാണ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ആദ്യമായി നമ്മൾ അവതരിപ്പിക്കുന്നത് എന്തായിരുന്നു? കുപ്പിയിൽ വെള്ളം കുപ്പിയിൽ വെള്ളം. ഇത് വെള്ളം ഇടാ, ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാം, കുപ്പിയിൽ നിറയ്ക്കാം. എന്നാ നിറച്ചു. എടാ, അത് കുറച്ചുകൂടി ഇതിലേക്കും കൂടെ ഒഴിക്കാം. വിളിക്കാനോ? നല്ലൊരു അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യും. രണ്ട് ടീമായിട്ട് തിരിക്കാനല്ലേ? 2 ടീമായിട്ട് തിരിക്കലാണ് ഇപ്പൊ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഭാര്യ ഒരു കാര്യം ചെയ്യും, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ ശ്യാം, ഒരു ടീമിന്റെ ക്യാപ്റ്റൻ അഭിരാമി. നിങ്ങള് ഒരു വിളിച്ചോ തീരുമാനത്തിൽ അവിടെ നിൽക്ക്. ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കുറച്ച് സമയം തന്നെ. ഓൺ ക്യാമറ മാത്രമേ ഉള്ളൂ. ഞാൻ പറയാം, എടാ രണ്ടുപേരായിട്ട് വിളിച്ച് 2 ടീമൊക്കെ എടുക്ക്. ഇപ്പൊ നമുക്ക് ബെനിഫിറ്റ്സ് നോക്കി എടുക്കാം. നീളത്തിന്റെ കാര്യത്തിൽ ഞാനും എമ്മിൽ 2 ടീം, ഒരു എമ്മിൽ ഒരു ടീമിൽ ഞാൻ ഒരു ടീം, കാരണം നീളത്തിനാണ്. ഇനിയിപ്പോ ശക്തിയുടെ കാര്യത്തിൽ ഗൗതമും അർജുനും എതിരാളികളാണ്. അപ്പൊ ഗൗതം ഒരു ടീമിൽ, അർജുൻ ഒരു ടീമിൽ. ഞാൻ എടുത്തു, എമ്മിലിനെ ഞാൻ എടുത്തു. എന്നാ അർജുൻ ഇങ്ങോട്ടോ. ഇനിയിപ്പോ വൈശാഖ് ക്യാമറ കൊണ്ട് ഇല്ലാന്ന് പറഞ്ഞു. ഡോൺ മാത്രമേ ഉള്ളൂ. രഞ്ജു ഉണ്ടല്ലോ. എന്താ വെച്ചാൽ ഇപ്പൊ ആണാണോ എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത് 2 പേര്, ഡോണയും രഞ്ജു. അപ്പം ഡോണ ഒരു ടീമില്, രഞ്ജു ഒരു ടീമില്. ഇത് കറക്റ്റ് ആവണമെങ്കിൽ അവള് ഈ ടീമിൽ ഞങ്ങൾക്ക് കിട്ടണം. എന്നാ ഡോണ ഇപ്പുറം വരുന്നു, രഞ്ജു അപ്പുറം പോകുന്നു. 2 പെൺകുട്ടികൾ എടാ ഒരു മിനിറ്റ്, ടീം ഒന്ന് ഇതാക്കട്ടെ. അപ്പൊ അവരാണ് ഒരു ടീം. ഇങ്ങോട്ടോ.
ഞങ്ങളെ ടീം ഞങ്ങൾ ടീം ഒരു പേരിട്ടോ ടീമിന് ഞങ്ങളുടെ ടീമിന്റെ പേര് പറ. ഞങ്ങൾ എന്നാ 10 ടീം 10 ടീം തിരുവോണം എന്നാണ്. എന്നാ ഞങ്ങൾ ടീം 10 തിരുവോണം. അടയും ഞങ്ങൾ മാവേലി തമ്പ്രാന്റെ പൊന്നുമക്കൾ. ഞങ്ങൾ 10 പൊന്നോണം. ഞങ്ങൾ അപ്പൊ ടീം 10 പൊന്നോണവും ടീം മാവേലി തമ്പുരാന്റെ പൊന്നും. ഇവനെ കൊണ്ട് ശല്യമാണല്ലോ. നീ ക്യാമറ എന്നിട്ട് അത് ഞെക്കി ഇരിക്കവിടെ. അപ്പൊ നമ്മുടെ വാശിയേറിയ ഓണപരിപാടികളാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. പാട്ടിടണേ. മാവേലി തമ്പ്രാന്റെ പൊന്നുമക്കളും അത്തം തിരുവോണം ടീമും തമ്മിലുള്ള മത്സരം. ആദ്യമായി നിങ്ങൾ കാണാൻ പോകുന്നത് കുപ്പിയിൽ വെള്ളം നിറയ്ക്കും. ചവിട്ടിക്കൊളവാക്കല്ലേ. നീ പോകുമ്പോ ചവിട്ടി വീഴും. സൂക്ഷിച്ച് അവിടെ. ആ പോ പെയ്യ പോയാ തിരിച്ചു ഞാൻ വന്നിട്ടേ പോകാവൂ. എന്റെ ബാക്കി രഞ്ജു ഈസി നമ്മുടെ ഇല്ല. ഇവിടെ ഇവള് വന്നിട്ടേ അല്ല ഇവിടെ എത്തിച്ച് പോകാവൂ. അർജുന വേഗം. നമ്മുടെ ഞാൻ നോക്കിയതാ. രഞ്ജുട്ടോ എടാ എനിക്ക് പോലെ റൂൾസ് തെറ്റിക്കല്ലേ. വന്നോ നമ്മള് തൂക്കി ഇവര് തോക്കും. പിടിച്ചോ വേഗം പിടിച്ചോ. ഇല്ല ഇത് നിറയും. ഇല്ലില്ല നമ്മള് അധികം ഇതാവണ്ട. വേഗമാ. നമ്മള് ടൈം എടുക്കാം നമുക്കുണ്ട്. മാക്സിമം കുപ്പിയുടെ വായ നോക്കിയിട്ട് നിറയ്ക്കാൻ നോക്കേ. രഞ്ജു യു ക്യാൻ ഈസി. കള്ളക്കളി നോക്കിയാ ഇത് പൊട്ടിയതാ. ഇത് ഓട്ടമുണ്ട്. റീ വേണം. എനിക്ക് ക്യാമറ ആവേശമേറിയ മത്സരത്തിലൊടുവിൽ ഞങ്ങൾ ജയിച്ചു. അതെ ഇത് ഫൗളാണ്. കമിയോൻ അടുത്താളി വാടാ. എന്നാ ഇന്ന് മഹാബലി തമ്പ്രാന്റെ ആൾക്കാരെ കാണിച്ചു തരാടി. ഇതിലെനി ഒന്നുമില്ലല്ലോ. നമുക്ക് കുളിക്കാം. നിറച്ചു. ഇത് സോളോ അല്ലേ? എന്നാ സോളോ വേണ്ട. ടീമായിട്ട് അവന് സംസാരിക്കാൻ വിട. നീ പേടിക്കുന്നു. രണ്ട് ടീമിന് 2 പേര് വന്നിട്ട് ഫൈനലിൽ എത്തുന്ന കളിച്ച്. അപ്പൊ ഞാൻ ബലൂൺ അതായത് ഒരു 2 പേര് പോയി കഴിയുമ്പോ അടുത്ത 2 പേര് അങ്ങനെ 2 പേര് പോകുന്നു. അതിൽ ആരാണ് ജയിക്കുന്നത് അവർ ജയിച്ചു. അടുത്ത ടീമിൽ നിന്ന് 2 ആള് പോകുന്നു. അങ്ങനെ ജയിച്ചവർ 4 പേരും കൂടി ഫൈനൽ.
ഓക്കെ ഓക്കെ അല്ല ഇത് രണ്ടെണ്ണം അല്ലേ രണ്ടുപേരും അച്ചട്ടെ. ടാക്ടിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല, മാറി നിക്കടാ. ആ നമുക്ക് അവന്റെ കൂടെ വലിയ കാര്യം. നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് പറ്റും. ഇവൻ തോൽപ്പിച്ചു. ഇത് ഉറപ്പാ. Light. Come on. വാശിയാ തമ്പി. ഇതിവൻ ജയിച്ചില്ല, പൂളിലെ മുതല കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഇട്ട് കൊടുക്കും. എണ്ണ ഇടറാ. നീ ജയിച്ചോ? എണ്ണ ബാബാ എവിടെടാ ലൈൻ? അവൻ നിൽക്കുന്ന ലൈനിൽ നിന്നോ ബ്രോ. ഇല്ല, ലൈനിന്റെ അവർക്ക് വേണമെങ്കിൽ അവിടെ നോക്കാം. കാല് ബാക്കിലൊക്കെ. ഒരു മിനിറ്റ്. ആ പ്ലാൻ ഉണ്ടല്ലോ 8 ആയിട്ട് മടക്കിയിട്ട് ബ്രോ ഇങ്ങ ബ്രോ, ഇവ 2 കാലം വെച്ചാൽ അവിടെ എത്തി, അടുത്ത 2 ഇവിടെ എത്തി. റെഡി പറ്റും, easy. റെഡി 1 2 3 സ്റ്റാർട്ട്. അർജുൻ പറ്റും. ആ, അർജുൻ കരുത്തന്മാര്. അമ്മായിയുടെ മുതലക്കുഞ്ഞുങ്ങളും കൊണ്ട് വീണ്ടും ഇപ്പത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് 2 കളിയിൽ നമ്മള് വിജയഭരിതരായി. എന്തിനു ചെയ്യും അല്ലേ? നാണക്കേട്. അതോടെ അടുത്ത ഗെയിം സ്റ്റാർട്ട് ആവുകയാണ്. ബലൂൺ ഇരുന്ന് പൊട്ടിക്കൽ. ഇത് ഞങ്ങളുടെ കയ്യില. ഇത് സെയിം ലെമൺ ആൻഡ് സ്പൂൺ പോലെ ഒരു ടീമിൽ നിന്ന് ഒരാള്, അടുത്ത ടീമിൽ നിന്ന് അടുത്ത ആള്. ഇറക്കിക്കോ. ആയിരിക്കും അവസാനം കാണാൻ വയ്യ, നീ ആദ്യം പറയും. ഈ ബലൂൺ പൊട്ടിച്ചിട്ട് ആ മേശ ഉണ്ടോ, അതിനോട് ഇങ്ങനെ ഇരുന്നിട്ട് ബലൂൺ പൊട്ടിക്കണം. തിരിച്ചിങ്ങോട്ടേക്ക് വരണം. എന്റെ എതിരാളിയാണ് അഭിരാമി. ഭീമനെ തന്നെ വിളിക്കണേ. ഒരു മിനിറ്റ്, രണ്ടുപേരും ഇവിടെ നിൽക്ക്. ഇവളാണ് നിന്റെ എതിരാളി. താഴേക്ക് നോക്കടാ, ഭൂമിയിലേക്ക് നോക്കടാ. എനിക്ക് എന്റെ ഐലമില്ല നോക്കാൻ പറ്റത്തുള്ളൂ. അഭിരാമി പിടിക്കും നിന്റെ ആയുധം. എടാ ഇത് ഭയങ്കര വലുതാ. സാരല്ല, നോക്കട്ടെ, പോട്ടെ. റെഡിയല്ലേ? പിള്ളേര് കണി കാണിച്ചെന്ന് പറഞ്ഞല്ലോ, എന്താ തിരുവോണത്തിന്റെ ടാക്ടിക്സ് ഒന്നും പറഞ്ഞു തരില്ല. എല്ലാം കളിക്കളത്തില്. റെഡി? ഇവിടെ ഉണ്ട് ഇരുന്ന് പൊട്ടിക്കണ്ടത്. എവിടെ എവിടെ? ആ ബെഞ്ചിന്റെ മുകളിലല്ലേ? ആ ബെഞ്ചിന്റെ മുകളിൽ. ആ Are you guys? ബ്രോ, എന്തിനാ ഇത്ര പ്ലാൻ ചെയ്ത്? ബലൂൺ ഇവിടുന്ന് പൊട്ടും. അവിടെ എത്തുന്നതിന് മുമ്പേ ബലൂൺ പൊട്ടുവാണല്ലോ. റെഡി? റെഡി? ഇവലെ ഈ ലൈനിന്റെ ബാക്കിലൊക്കെ രണ്ടുപേരും കാര്യം. ഈ ലൈനിന്റെ ബാക്കിലൊക്കെ പൊട്ടിക്കണ്ടേ? റെഡി? റെഡി 1 2 3 സ്റ്റാർട്ട്. അല്ല ഇനിയിപ്പോ കാര്യമില്ലല്ലോ. കാര്യമില്ല. അല്ലല്ലോ, ഇത്തരം പരിപാടികളെ ശീലം. കളി ജയിക്കാളാ. കൈ സിൽപ്പായി പോയതോ? ഡോണയോട് മത്സരിക്കാൻ ഞാൻ ശ്യാമിനെ വിളിച്ചു. ഇങ്ങനെ പേടിക്കാതെ കൗതുവേ. വേണ്ട, ഡോണയുടെ പരാജയം എന്റെ കൈകൾക്കുണ്ട്, Ready? ചന്തികൾക്കുണ്ട്. ഈ ലൈനിന്റെ ബാക്കിലേക്ക്. 3 ജയിച്ചാൽ റെഡി? റെഡി? റെഡി 1 2 3 സ്റ്റാർട്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല.
കുഴപ്പമില്ല. നമ്മൾ 2 കളിയിൽ ജയിച്ചിരിക്കുകയാണ്. ഒരു ബലൂൺ പോലും പൊട്ടിച്ചില്ല ടീം. എടാ ഇതുപോലെയായിരുന്നു കുപ്പിയിൽ വെള്ളം നിറക്കല്. ഇപ്പൊ അർജുൻ വന്നിട്ടുണ്ടോ 3 ബലൂൺ അടുപ്പിച്ചു വിട്ടു. അർജുൻ ഇല്ല ഞാൻ പൊട്ടിക്ക എനിക്ക് പ്രശ്നമാവും. എന്റെ ദൈവമേ ഗൗതമാണോ ബ്രോ ഹിപ്രസ്റ്റ് ചെയ്യണ രഞ്ജു. നമ്മുടെ കമ്പാരി എവിടെ പോണ്? ഇങ്ങ് വാ ഇങ്ങ് വാ. എടാ ഇങ്ങ് വാടാ. ഈ ലൈനിന്റെ പുറത്ത് നിൽക്കണം. കം ബാക്ക്. അത് യെസ്. അല്ലല്ല രഞ്ജുവിന്റെ അല്ലല്ല രഞ്ജുവിന്റെ ആദ്യം പൊട്ടി. പക്ഷെ തിരിച്ചു വരണം. അല്ലേ രഞ്ജുവിന്റെ ആദ്യം പൊട്ടി. തിരിച്ചു വരുന്നവരാ തിരിച്ചു വന്നിട്ടില്ല. അതെ അഭിരാമി തോറ്റില്ലേ? അവളുടെ പൊട്ടിയില്ല. അപ്പൊ ഒന്നുകൂടെ ശ്യാമിനോട് ചോദിച്ചത് അതാ റൂള്. ഇപ്പൊ എന്തോ പ്രശ്നം? ഇവന്റെ പൊട്ടിയത് നേരത്തെയാ. ഇവള് നേരത്തെ തിരിച്ചും വന്നില്ല. എന്തായിരുന്നു നിന്റെ നേരത്തെ പൊട്ടി ഇരിക്കുന്നതിന് മുന്നേ പൊട്ടി. ഇപ്പൊ എന്നെ പറഞ്ഞ പൊട്ടിച്ചിട്ട് എടാ തിരിച്ചു വരുന്നവരാ ജയിക്കുക. കുഴപ്പമില്ല. ഒന്നുകൂടെ നമ്മൾ ഫൈൻ ഗെയിം ഉള്ളൂ. ഇരുന്ന് പൊട്ടി തിരിച്ച് ഇല്ല കുഴപ്പമില്ല. ഒന്നുകൂടെ ഇരിക്കുന്നതിന് മുന്നേ അങ്ങനെ വിട്ടോ വായുന്നു. ബലൂൺ ഉണ്ട് പൊട്ടിക്കാൻ. ആ എന്നാ അടുത്ത കൂത്തുന്ന ബലൂൺ ഇരുന്ന് പൊട്ടിച്ചിട്ട് തിരിച്ചു വരുന്നവരാണ് വിജയ്. എനിക്ക് അജിത്ത് ആവണം. എന്നാ എനിക്ക് വിജയാണ്. ആരാ? നമ്മളെ ഇരുന്ന് പൊട്ടിച്ചാൽ മതി. ആ അപ്പൊ നിനക്ക് അറിയാം. ശരിയാ. ബ്രോ നിന്റെ എല്ല് കുത്തിക്കയറി പൊട്ടുപ്പെട്ടു. ഇവനിരിക്കുമ്പോ ഗൗതത്തിന്റെ അങ്ങനെയാണ് പോയിട്ട് ഞങ്ങൾക്ക് അതെങ്ങനെ ശരിയാവും? വാ വാ ലൈൻ്റെ ബാക്കിലേക്ക് അവനെ പിടിച്ചു മാറ്റി. ലൈൻ്റെ ബാക്കല്ലേ? റെഡി അല്ലേ രണ്ടാളും? റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ 8 നിലയിൽ 10 പൊട്ടിയിരിക്കുകയാണ്. 10 പൊട്ടിയില്ല. ആദ്യത്തെ ഗെയിം മുതലേ പറയാൻ വേണ്ടി പഠിച്ചു വെച്ചേക്കോ. പതുങ്ങുന്നത് കുതിക്കാൻ. അത് കാരണം നമ്മൾ വെളിയിൽ നടത്താനിരുന്ന കളികൾ മാറ്റിയിട്ട് അകത്തെ ഇൻഡോർ കസേര കളി ആക്കുകയാണ്. ഇതും പഴയ ടീം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കുമെന്നാണ്. ഒരു ടീമിൽ നിന്ന് 2 പേരെ 2 അത് വേണ്ട. നിക്ക് ആദ്യം ഒരു ടീം കളിക്കട്ടെ. എന്നിട്ട് അതിനുള്ള ജയിച്ചാലും അപ്പുറത്തെ ടീമിലെ ആള് ജയിച്ചാലും തമ്മിൽ അവര് എന്തൊരു മണ്ടത്തരം. എന്താ കസേരകളി റൂൾ അറിയാത്തോളൂ. കസേരകളി മിനിമം. എടാ ഇപ്പൊ 5 കസേരയില്ലേ? അപ്പൊ 6 ആള്. ഒരു ടീമിൽ നിന്ന് 3 ആള്, മറ്റൊരു ടീമിൽ നിന്ന് 3 ആള്. ഒരാള് പാട്ടിടാൻ വേണം. ഞാൻ പാട്ടിടാം. പിന്നെ എന്തോ പറയുന്നു. ഫോൺ എടുത്തില്ല അവിടുന്ന്. ഫസ്റ്റ് സെക്കൻഡ് കിട്ടുവാണെങ്കിൽ അവർക്കൊരു ബോണസ്. അത് ന്യായമായതാ. നമ്മള് സെക്കൻഡ് ഉണ്ട്. ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്. പേടിയുണ്ടോ? ഡോണയ്ക്ക് പേടിയുണ്ടോ? ഇല്ല. എന്നാ കളിച്ചു ഇത് വേണമെങ്കിൽ കസേര കളിയിലെ 7ാം ക്ലാസ് ചാമ്പ്യനാ. 7ാം ക്ലാസ് അന്ന് നിർത്തിയതാ കസേര കളിയും പഠിപ്പും. അതെ കേക്ക്. ഇതിലെ ജയിക്കുന്നവർക്ക് ഫസ്റ്റ് കിട്ടുന്നവർക്ക് 2 പോയിന്റ്, സെക്കൻഡ് കിട്ടുന്നവർക്ക് 1 പോയിന്റ്. ഓക്കെ. അപ്പൊ അത് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഇവന്റ് ആയിട്ട് എടുക്കാം. ഞങ്ങൾക്ക് പക്ഷെ പേടിയില്ല. അത് വേണമെങ്കിൽ ശ്യാമേ നീ ഡെസ്പറേറ്റ് ആണെന്ന് അവർ പെൺകുച്ചു പറയുന്നത്. ഞാൻ